ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രവചനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് വൻപിച്ച വിജയമാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള എൻ.ഡി.എ മുന്നണി കരസ്ഥമാക്കിയത്. ഇത്രയും വലിയ ഒരു വിജയം ഒരുപക്ഷെ ബി.ജെ.പി പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ബി.ജെ.പിയും നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജെ.ഡി.യുവും ചേർന്നുള്ള മുന്നണി ബീഹാറിനെ ബഹുദൂരം മുന്നോട്ട് നയിച്ചു എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. ആ മുന്നണിയുടെ കെട്ടുറപ്പ് വളരെ ഭദ്രമായിരുന്നു എന്ന തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നുണ്ട്. ഇത് മറ്റൊരു തരത്തിൽ ഇതിനെ കാണേണ്ടത് കേന്ദ്രത്തിലെ ഒരു പക്ഷേ കൂട്ടുമുന്നണി എന്ന് പറയാവുന്ന തരത്തിലുള്ള ഇപ്പോഴത്തെ മന്ത്രിസഭയുടെ നിലനിൽപ്പ് ഏറെ ഭദ്രമായിരിക്കുന്നു എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കേവലം 240 സീറ്റുമായിട്ടാണ് ബി.ജെ.പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 543 സീറ്റുകളുള്ള ലോക്സഭയിലേക്ക് വന്ന് കയറിയത്. എന്നാൽ അവർക്ക് ഭരണം ലഭിക്കാൻ സഹായിച്ചത് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജെ.ഡി.യുവും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡു നേതൃത്വം കൊടുക്കുന്ന ആന്ധ്രയിലെ ടി.ഡി.പിയും ഉള്ളതുകൊണ്ടാണ്. ആ തരത്തിലുള്ള ഒരു ഭരണമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ജെ.ഡി.യു എന്ന് പറയുന്ന നിതീഷ് കുമാർ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ പങ്കാളിത്തം കുറെ കൂടെ പ്രകടമാകുന്ന രീതിയിലാണ് ബീഹാറിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിജയം. അപ്പോൾ നിതീഷ് കുമാർ പലവട്ടം ചാഞ്ചാട്ടം നടത്തി എൻ.ഡി.എയിൽ നിന്ന് പോവുകയും മടങ്ങി വരികയും പല ബന്ധങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്തെങ്കിലും അന്തിമമായി നിതീഷ് കുമാർ എടുത്ത തീരുമാനം ബി.ജെ.പിക്കും നിതീഷ് കുമാറിനും ഗുണം ചെയ്തു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും ബീഹാറിൽ പ്രതിപക്ഷ ഭാഗത്ത് ആർ.ജെ.ഡി ആണ് മുന്നിട്ട് നിന്നത്. യുവത്വമുള്ള തേജസ്വി യാദവ്, അതായത് ലാലു പ്രസാദ് യാദവിന്റെ മകൻ, വളരെ ശക്തമായി ഈ തെരഞ്ഞെടുപ്പ് മേഖലയിൽ രംഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ പോലും, രാഹുൽ ഗാന്ധിയുടെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. വളരെ ശോചനീയമായ രീതിയിൽ കോൺഗ്രസ് തകർന്നു പോയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒറ്റ സംഖ്യയിൽ ഒരുപക്ഷെ എത്തിയൊന്ന് ഒരു കാലത്തും കോൺഗ്രസ് ഈ തരത്തിലുള്ള ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നതല്ല. ആർ.ജെ.ഡിയുടെ മേധാവിത്വം ഉണ്ടെങ്കിൽ പോലും ആ മുന്നണിക്ക് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ബീഹാറിൽ പ്രകടനം കാഴ്ചവെക്കാൻ ഒക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതിയിരുന്നു. എന്നാലും എൻ.ഡി.എക്ക് ആയിരിക്കും കേവല ഭൂരിപക്ഷം ഭരണം ലഭിക്കാനുള്ള സാധ്യത എന്നതും നിഷ്പക്ഷമായി വിലയിരുത്തിയതാണ് ബഹുഭൂരിപക്ഷം നിരീക്ഷകരും അതുപോലെ തന്നെ ഈ എക്സിറ്റ് ഫലം തയ്യാറാക്കിയ ഏജൻസികൾ. എക്സിറ്റ് പോൾ റിസൾട്ടിനേക്കാളും അവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുന്നത്. 2/3 ഭൂരിപക്ഷത്തെക്കാൾ ഏതാണ്ട് 243 സീറ്റുള്ള ബീഹാറിൽ 228 സീറ്റുകളോടൊക്കെ അടുപ്പിച്ച്, അല്ലെങ്കിൽ 200-ലധികം 2/3 ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുന്നു എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന പിന്തുണയും ആത്മവിശ്വാസവും വളരെ വലുതാണ്. അതുകൊണ്ട് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം ബീഹാറിൽ മാത്രമല്ല പ്രത്യാഘാതം ഉണ്ടാക്കുന്നത്, കേന്ദ്രത്തിലും പ്രത്യാഘാതം ഉണ്ടാകും. അതുണ്ടാകുന്നത് മോദിക്ക് അനുകൂലമാണ്. മോദിയും അമിത്ഷായും ഒക്കെ അഴിച്ചുവിട്ട പ്രചരണം വളരെയേറെ ഫലിച്ചു എന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചിരിക്കുകയാണ്. ഇതിലൊരു കാര്യം ഈ സന്ദർഭത്തിൽ നാം കാണേണ്ടതുള്ളത്, എങ്ങനെയാണ് ഈ ഭൂരിപക്ഷം നേടിയെടുക്കാൻ ബി.ജെ.പി സഖ്യത്തിന് സാധിച്ചത്? ആനുകൂല്യങ്ങൾ
പെരുമഴ പോലെ പെയ്യിച്ചുകൊണ്ടാണ് വോട്ടർമാരെ കയ്യിലെടുത്തത് എന്നത് വളരെ വ്യക്തമാണ്. തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം 3 ദിവസം മുൻപൊക്കെ ബീഹാറിൽ മുഴുവൻ സ്ത്രീകൾക്കും 10,000 രൂപ വീതം അവരുടെ അക്കൗണ്ടിലേക്ക് സർക്കാർ കൊടുത്ത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വോട്ട് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇത് ഇന്ത്യയിലെ ജനാധിപത്യത്തിന് എത്ര ഗുണം ചെയ്യുന്നതാണ്? ഇതാണോ യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഇങ്ങനെ ആനുകൂല്യങ്ങൾ നൽകി വോട്ട് വാങ്ങിക്കുന്നതിനെതിരായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും ശക്തമായ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. എത്ര കോടികളുടെ പദ്ധതികളാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ തെരഞ്ഞെടുപ്പ് വേളയിൽ ബീഹാറിന് വേണ്ടി പ്രഖ്യാപിച്ചത്. അതും ഒരു തരത്തിൽ ജനങ്ങളെ കയ്യിലെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വില കുറഞ്ഞ തന്ത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇങ്ങനെയാണോ ഒരു തെരഞ്ഞെടുപ്പിനെ യഥാർത്ഥത്തിൽ നേരിടേണ്ടത്? ഇതാണോ ഭാരതത്തിലെ ജനാധിപത്യത്തിന്റെ സംസ്കാരം എന്ന ചോദ്യം വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആനുകൂല്യങ്ങൾ നൽകി വ്യക്തികളെ സ്വാധീനിക്കുക, അവരുടെ വോട്ട് വില കൊടുത്ത് വാങ്ങിക്കുക, അതുപോലെ വികസന പ്രവർത്തനങ്ങളിൽ വൻപിച്ച പദ്ധതികൾ പ്രഖ്യാപിക്കുക, അങ്ങനെ ജനങ്ങളെ ആകെ സ്വാധീനിച്ച് അവിടെ കാണേണ്ടത് കേന്ദ്രത്തിലിരിക്കുന്ന സർക്കാരും ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരാണ്. അതുകൊണ്ട് കേന്ദ്രത്തിന് ഉള്ള സൗകര്യം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ ഖജനാവിലെ പണം പോലും ഒരു പ്രത്യേക സംസ്ഥാനത്തിന് വേണ്ടി വോട്ട് കിട്ടുന്നതിന് വേണ്ടി ചെലവഴിക്കുക എന്നൊക്കെ പറയുന്നത് എത്ര രാഷ്ട്രീയ ധാർമ്മികത ഉള്ളതാണ് എന്നതൊക്കെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ഈ തരത്തിൽ പ്രലോഭനങ്ങൾ നൽകി വോട്ടർമാരെ സ്വാധീനിക്കുന്നതും പണം കൊടുത്ത് വോട്ടുകൾ വിലയ്ക്ക് വാങ്ങുന്നതും ഒരിക്കലും ആശാസ്യമല്ല. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു തകർച്ചയാണ് അത് സൂചിപ്പിക്കുന്നത്. ജനാധിപത്യ സ്വഭാവത്തിന്റെ തന്നെ ഒരു വലിയ മാറ്റമാണത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ജനാധിപത്യമാണോ ഇന്ത്യയിൽ വേണ്ടത് എന്ന് ഗൗരവമായി ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു. ഡബിൾ എഞ്ചിൻ എന്ന് പറയുന്നതായിട്ടുള്ള പ്രസ്താവന നിരന്തരമായി മോദിയും അമിത്ഷായും ഈ തെരഞ്ഞെടുപ്പിൽ നടത്തുകയുണ്ടായി. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ പാർട്ടി സംസ്ഥാനവും ഭരിക്കണമെന്ന് പറയുമ്പോൾ ഫെഡറൽ സംവിധാനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ പോലും അത് ചോദ്യം ചെയ്യുന്നു. വടക്കേ ഇന്ത്യയിൽ അത് പ്രകടമായി കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്തോറും. ഇനിയും അടുത്ത വർഷം നടക്കാൻ പോകുന്ന ആസാം, ബംഗാൾ, കേരള തുടങ്ങിയതായിട്ടുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും ഈ തരത്തിൽ പ്രലോഭനങ്ങൾ കൊണ്ട് വോട്ട് വാങ്ങി അധികാരത്തിലെത്താൻ ഏതെങ്കിലും പാർട്ടി ശ്രമിച്ചാൽ അതിനെ വളരെയേറെ ഗൗരവത്തോടുകൂടി കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു ജനാധിപത്യത്തിലേക്ക് ഭാരതം അല്ലെങ്കിൽ ഒരു സംസ്ഥാനവും മാറരുത് എന്നാണ് യഥാർത്ഥത്തിലുള്ള ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും താൽക്കാലികമായി മോദിക്ക് ഏറെ ആശ്വസിക്കാമെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള പ്രലോഭനങ്ങൾ വഴിയായി നേടുന്ന വോട്ടുകൾ എത്രമാത്രം ആശാസ്യമാണ്, അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഗുണം വർദ്ധിപ്പിക്കുമോ അതോ ഗുണം തകർക്കുമോ എന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു.